ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പ്രൊമോയിൽ കണ്ട അടി ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഷാനവാസും അതുപോലെ തന്നെ നെവിനും തമ്മിലുള്ള അടി. പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ജിഷിനെയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് വഴിയാണ് ജിഷിന ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. അതിനുശേഷം കിച്ചൺ ടീമിനെയും അതുപോലെ വെസൽ ടീമിനെയും ഫ്ലോർ ടീമിനെ എല്ലാം തരംതിരിച്ചു. അതിൽ അനുമോളാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. അതിനനുസരിച്ച് പുതിയ തീരുമാനം, അടുക്കളയിൽ നിന്ന് എന്തെടുത്താലും അത് എടുക്കാൻ പാടില്ല, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നൊരു റൂള് കൊണ്ടുവന്നു. അതിനുശേഷമാണ് നിവിൻ കിച്ചണിൽ കയറി എന്തോ ഒരു സാധനം എടുത്തു, മല്ലിയില എടുത്തു. മല്ലിയില എടുത്തതും ഷാനവാസ് ഇത് കണ്ട് അവൻ്റെ അടുത്ത് റേസ് ചെയ്തു, ചൂടായി, ദേഷ്യപ്പെട്ടു. അങ്ങനെ അവൻ വകവയ്ക്കാതെ നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി പാത്രത്തിൽ അത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷാനവാസ് അത് എടുക്കാൻ പോകുന്ന സമയത്ത് ഷാനവാസിൻ്റെ കൈ തട്ടി ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പേരിൽ വമ്പൻ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടി ഡാമേജ് വരുത്തിയിരിക്കുകയാണ് ഷാനവാസ്. നല്ല പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. അതിനിടയിൽ നാദില നിവിന് എന്തോ ഒരു കാര്യം പറഞ്ഞു. നീ എന്തോ നിൻ്റെ കാർഡ് ഞാൻ കാണിച്ചു തരാം, അങ്ങനെ എന്തോന്ന ഒരു വാക്ക് പറഞ്ഞു. അതും പറഞ്ഞ് നിവിനും ആദിലയും നൂറയും തമ്മിൽ ഇപ്പം അടി നടക്കുകയാണ്. എന്താണെന്നാലും നല്ലൊരു അടി തന്നെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഓപ്പൺ നോമിനേഷൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയുടെ ലൈവ് കഴിഞ്ഞിട്ടില്ല, അത് ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പം ലൈവിൽ ഇപ്പം സംഭവിച്ചത് ഇതാണ്, വമ്പൻ അടിയാണ് ഷാനവാസും നെവിനും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ നെവിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുണ്ട്, അതുപോലെ ഷാനവാസിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുണ്ട്. കാരണം നെവിൻ നിരന്തരമായി അവിടുത്തെ റൂൾസ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ആര് പറഞ്ഞാലും കേൾക്കാതെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷാനവാസിന് പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അദ്ദേഹം ഡാമേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ 2 പേർക്കും ലാലേട്ടൻ്റെ നിന്ന് കിട്ടാനുള്ള വകുപ്പുകൾ ഒരുക്കി വച്ചിട്ടുണ്ട്.